ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കണ്ടോ, ഈ മോതിരം കണ്ടില്ലേ? ഈ മോതിരത്തിലൂടെ നമുക്ക് കിരണിന്റെ അച്ഛനെ കണ്ടെത്താം. അതിൻ്റെ ഒരു ആവശ്യമില്ല ദുർഗെ. ഇതെന്റെ അമ്മയാ. ഇതാരായിരിക്കും കീറിയത്? ഈ ഫോട്ടോയിൽ കിരണിന്റെ അമ്മയ്ക്കൊപ്പം ഒരാണും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു പക്ഷേ കിരണിന്റെ അച്ഛനായിക്കൂടെ? ഇത് കണ്ടോ, ഈ മോതിരം കണ്ടില്ലേ? ഈ മോതിരത്തിലൂടെ നമുക്ക് കിരണിന്റെ അച്ഛനെ കണ്ടെത്താം. അതിൻ്റെ ഒരു ആവശ്യമില്ല ദുർഗെ. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നയാള് എന്റെ അച്ഛനാ. എനിക്ക് അയാളെ കാണാനോ ആരാണെന്ന് അറിയാനോ യാതൊരു താല്പര്യമില്ല. അങ്ങനെയൊന്നും പറയരുത് കിരൺ. എന്താണ് സത്യമെന്ന് അറിയാതെ നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. ഒരച്ഛന്റെ സ്നേഹവും കരുതലും ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിപ്പോഴല്ല. ആവശ്യമുണ്ടായിരുന്ന സമയത്തെല്ലാം ഞാൻ തനിച്ചായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ മതി. കിരൺ, അത് പറ്റില്ല. അച്ഛൻ ആരാണെന്ന് അറിയാത്തതിന്റെ പേരില് ഒരുപാട് തവണ കിരൺ തല കുനിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഏത് വിധേനയും നമ്മൾ ഈ ഫോട്ടോയിലെ മോതിരത്തിന്റെ ഉടമയെ കണ്ടെത്തിയിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നാളും എന്നെ വേണ്ടാതിരുന്ന ഒരാൾക്ക് ഇപ്പൊ എന്നെ തിരിച്ചറിഞ്ഞ അതൊരു ഭാരമാവാനേ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ എനിക്കും കഴിയില്ല. പല ചോദ്യങ്ങൾക്ക് മുന്നിലും തല കുനിച്ച് നിന്ന എനിക്ക് അത് ശീലമായി. അതിന്റെ മുറിവ് മനസ്സിലുണ്ടാക്കിയതെല്ലാം ചോര വാർന്ന് ഉണങ്ങിക്കഴിഞ്ഞു. ഇനിയും അതിൽ കുത്തി വേദനിപ്പിക്കാൻ ആർക്കും കഴിയില്ല ദുർഗെ. ഇതൊക്കെ കിരണിന്റെ മനസ്സിലെ മുൻവിധികൾ കൊണ്ട് സംസാരിക്കുന്നത് മാത്രം. സത്യം എന്താണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ എല്ലാ ആവശ്യം. ഒരുപക്ഷെ അതിനുവേണ്ടിയാവും നമ്മൾ ഇന്നവിടെ പോയതും ഈ ബാഗ് കിട്ടിയതും എല്ലാം. കിരൺ ഇതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചോളാം. വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ഞാൻ പറയാം. ഓക്കെ? വേണ്ട, ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ കിരൺ. കിരണിന്റെ അമ്മയുടെ ആത്മാവ് കിരണിനെയും കിരണിന്റെ അച്ഛനെയും ഒന്നു ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. കിരൺ അത് വേണ്ടാന്ന് വെക്കാൻ നോക്കിയാലും അത് സംഭവിക്കും. പൂർണിമ ദുർഗയോട് സംസാരിക്കാതിരിക്കാൻ അന്ന് നാത്തൂൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. തൽക്കാലത്തേക്ക് ഒരു സംസാരം ഒഴിവാക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് എങ്ങാനും വിളിച്ചപ്പോ കിട്ടാതിരിക്കുന്നതുകൊണ്ട് വേറെ നല്ല സ്കൂളിൽ മോളെ ചേർക്കാമെന്ന് പൂർണിമ തീരുമാനിച്ചാലോ എന്ന് ചിന്തിച്ചു. അത്രയ്ക്കുള്ള ഭാഗ്യമൊന്നും നമുക്കില്ല. പൂർണിമ അവളുടെ കൊച്ചിനെ
ദുർഗയുടെ സ്കൂളിൽ തന്നെയല്ലേ ചേർത്തത്. ഇനി ആ വഴിക്ക് ദുർഗയും പൂർണിമയും തമ്മിൽ കൂടുതൽ അടുക്കും. അവരെ തമ്മിൽ തെറ്റിക്കാൻ നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ നാത്തൂനെ. അതെ, ഈ ജന്മത്തിൽ ഇനി കല്യാണമേ വേണ്ടെന്നൊക്കെ അവള് ഭീഷ്മ ശബ്ദം പോലെ പറഞ്ഞെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സല്ലേ, അടങ്ങാത്ത വൈരാഗ്യം കനലായിട്ട് എരിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ടാവും. ശരിയാ, അവളുടെ കല്യാണം നടത്താതെ അശ്വതിയുടെ കല്യാണം നടത്തുന്നതിന്റെ വൈരാഗ്യം എന്തായാലും അവൾക്കുണ്ടാവും. അതൊക്കെ മനസ്സിൽ വെച്ച് അവള് പൂർണിമയോട് എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചാ പിന്നെ എന്ത് ചെയ്യും നാത്തൂനെ? എന്റെ കൊച്ചിന്റെ കല്യാണം അവള് കാരണം എങ്ങനെ മുടങ്ങിയ അന്ന് തീരും ദുർഗയുടെ ഭൂമിയിലെ ജീവിതം. കൊല്ലും ഞാൻ അവളെ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കല്യാണം മുടങ്ങിക്കഴിഞ്ഞ് പിന്നെ തല്ലിയിട്ടും കൊന്നിട്ട് ആർക്കും പ്രയോജനമില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതെ ഈ കല്യാണം നല്ല രീതിയിൽ നടത്തിയെടുക്കാനാ നമ്മൾ മിടുക്കാണിക്കേണ്ടത്. എന്റെയും മക്കളുടെയും ഈ വീട്ടിലെ കഷ്ടപ്പാടും ദുരിതം കണ്ടിട്ട് ഈശ്വരൻ തന്നൊരു വഴിയേ ഇത്. ഈ കല്യാണം നടന്ന അഷിതയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. അതിനാ ഞാൻ ഈ പാടക്കപ്പെടുന്നത്. എന്റെ നെറ്റിയിലെ സിന്ദൂരം മാച്ച് കുടുംബത്തിൽ ഒരിക്കലും മാറാത്ത ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ടാ ആ ദുർഗയുടെ അമ്മ പോയത്. ആ വിത്തുഗുണം അവർക്കും ഉണ്ടാവും. എത്രയൊക്കെ പാവം കളിച്ച് നമ്മുടെയൊക്കെ മുമ്പിൽ അഭിനയിച്ചാലും നാത്തും പറഞ്ഞതുപോലെ അവളുടെ ഉള്ളിൽ എന്തോ കനൽ എരിയുന്നുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. അവൾക്ക് ഞാനാ കല്യാണാലോചന കൊണ്ടുവന്നത്, ഓർക്കുന്നില്ലേ? അന്ന് മുറി വെച്ച് അവൾ എന്താ നമ്മളോട് പറഞ്ഞേ? അവള് താഴേക്ക് വരാന്നും കല്യാണത്തിന് സമ്മതിക്കാന്നുമല്ലേ? എന്നിട്ട് സംഭവിച്ചതോ അവളുടെ പൊടി പോലും കാണാനില്ലായിരുന്നു. അഷിത അഞ്ജനെ അന്വേഷിച്ചു ചെന്നപ്പോ അവള് മുങ്ങിക്കളഞ്ഞില്ലേ? അവസരത്തിനൊത്ത് കരഞ്ഞു കാണിക്കാനും അല്ലാത്തപ്പോ അവൾക്ക് വേണ്ടത് ചെയ്യാനും ദുർഗയ്ക്ക് ഒരു മടിയുമില്ല. അതുകൊണ്ട് കല്യാണം കഴിക്കില്ലെന്ന ശബ്ദമൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അവൾ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. എനിക്ക് എന്റെ അഷിതയുടെ കല്യാണം നടക്കണം. അതിനൊരു തടസ്സം ഉണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. അത് നടക്കും നാത്തൂനെ, ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എല്ലാം ശരിയാവും. പിന്നെ ദുർഗയുടെ കാര്യത്തിൽ നമ്മളെല്ലാം ശ്രദ്ധയോടെ നിൽക്കല്ലേ. അവള് തലപൊക്കം തോന്നിയ പത്തിക്ക് തന്നെ നമ്മൾ അടിച്ചിരിക്കും. ഹലോ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. ഓക്കെ, എന്താ കാര്യം? മേനോൻ സാർ നാട്ടിലേക്ക് വരുന്നുണ്ട്. വാട്ട്? നാട്ടിലേക്കോ? എന്താ കാര്യം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പൃഥ്വി ടെൻഷൻ ആവണ്ട, തൽക്കാലം പ്രോബ്ലം ഒന്നുമില്ല. ചില ബിസിനസ് ആവശ്യങ്ങളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അദ്ദേഹം എന്ത് ആവശ്യത്തിന് എപ്പോ വിളിച്ചാലും നീ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. ദേ, വാക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായാ പൃഥ്വിക്ക് മേനോൻ സാറിനെ നന്നായിട്ട് അറിയാലോ. അറിയാം, എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി. ഓക്കെ.